ഹലോ, ഇന്നത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോയിലെ ചടുപടിയെ റെസിപ്പി എന്താണെന്നറിയാമോ? സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ചീരത്തോരനെ. ചീരത്തോരന എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നുണ്ടെങ്കിലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാമേ. നല്ല ഒരു പിടി ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പാരപ്പിന് വേണ്ടിയിട്ട് 6 കൊച്ചുള്ളിയും നല്ല വലിപ്പമുള്ള ഒരു കഷ്ണം വെളുത്തുള്ളിയും ജീരകം ഞാൻ 1 ടീസ്പൂൺ എടുത്തു. പക്ഷേ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ലെവലായിട്ട് എടുത്താൽ മതിയേ. പിന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ചുള്ളിയൊക്കെ വലുതായിട്ട് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചിലതൊക്കെ അടിയാതെ കിടക്കും. അതുകൊണ്ട് എല്ലാം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരടി അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് പൾസിലിട്ട് 2 പ്രാവശ്യം അടിക്കുമ്പോഴത്തേക്ക് കറക്റ്റാവും. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ 1 ടീസ്പൂൺ ലെവലായിട്ട് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും 2 വറ്റൽമുളകും 4-5 കൊച്ചുള്ളി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് ആദ്യം അരപ്പ് ഇതിലോട്ടിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റണേ. അതിൻ്റെ പച്ചച്ചുവ മാറിക്കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് ആദ്യം ചേർക്കേണ്ടത് ചീരയുടെ തണ്ട് പ്രത്യേകം അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണ് ആദ്യം ചേർക്കേണ്ടത്. കാരണം അതിന് വേവ് കൂടുതലാണല്ലോ. പിന്നെ ചീര പ്രത്യേകം ഇലയാണെന്നുണ്ടെങ്കിലും തണ്ടാണെങ്കിലും പ്രത്യേകം ക്ലീൻ ചെയ്യാൻ മറക്കല്ലേ. ഇതൊരു പകുതി മുക്കാലും വേവായി കഴിയുമ്പം വേണം നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ഇതിനകത്തോട്ട് ചേർക്കാനേ. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ആദ്യത്തെ കുറച്ച് നേരം നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇച്ചിരി നേരം മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ തുറന്നിട്ട് നന്നായിട്ട് നിരത്തിയിട്ട് ഒട്ടും വെള്ളമയം ഇല്ലാതെ അങ്ങ് എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചടുപടിയായ ചീരത്തോരൻ റെഡി.